നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. നിയമത്തിന് ഹൈക്കോടതി അംഗീകാരം. ആശുപത്രി നിരക്കുകൾ പ്രദർശിപ്പിക്കണം. സ്വകാര്യ ആശുപത്രി ലബോറട്ടറി ഉടമയുടെ IAEA ഹർജി തള്ളി. ചികിത്സാ നിരക്കും പാക്കേജ് നിരക്കും മലയാളത്തിലും ഇംഗ്ലീഷിലും ആശുപത്രിയിൽ ഉൾപ്പെടെ എല്ലാവർക്കും കാണാവുന്ന വിധം പ്രദർശിപ്പിക്കണം എന്നതടക്കമുള്ള കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ നിയമങ്ങളും ചട്ടങ്ങളും ഹൈക്കോടതി ശരിവെച്ചു. നിയമത്തിലെയും ചട്ടങ്ങളിലെയും ചില വ്യവസ്ഥകൾ ചോദ്യം ചെയ്ത് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ, IIM സംസ്ഥാന ഘടകം, മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ തുടങ്ങിയവർ നൽകിയ ഹർജി തള്ളിയാണ് ജസ്റ്റിസ് ഹരിശങ്കർ V മേനോൻ്റെ ഉത്തരവ്. എന്നാൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സർക്കാരിനെ അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം ഹർജിക്കാർക്ക് ഉണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് സർക്കാരിന് പരിഹാര നടപടികൾ സ്വീകരിക്കാം. പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ നിശ്ചിത നിലവാരം ഓരോ സേവനത്തിനും ഉറപ്പാക്കുന്നതായിരിക്കണം നിയമം. രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിയമത്തിലുള്ളത്. എന്നാൽ ഫീ നിരക്ക്, പാക്കേജ് നിരക്ക് എന്നിവ നിർവചിച്ചിട്ടില്ലെന്നും അധികൃതർ അനിയന്ത്രിതമായ അധികാരമാണ് നൽകുന്നതെന്നും ഹർജിക്കാർ വാദിച്ചു. എന്നാൽ പൊതുജനാരോഗ്യവും രോഗികളുടെ സുരക്ഷയും ഉറപ്പാക്കുവാനാണ് നിയമം പാസാക്കിയതെന്നും ധാർമ്മിക നിലവാരം ഉൾപ്പെടുന്ന പ്രോത്സാഹിപ്പിച്ച് സുതാര്യതയടക്കമുള്ള നടപടിയാണിതെന്നും സർക്കാർ വാദിച്ചു. അനിയന്ത്രിതവും ഏകപക്ഷീയമായ അധികാരമാണ് അധികൃതർക്ക് നൽകുന്നതെന്ന ആരോപണത്തിൽ ന്യായമല്ലാത്തതായ നടപടികളൊന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടില്ലെന്ന് കോടതി പറഞ്ഞു. സേവനത്തിൻ്റെയും ഫീസ് നിരക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിക്കണമെന്ന നിയമത്തിൽ നിഷ്കർഷിക്കുന്നതിൽ തെറ്റില്ല. ആശുപത്രിയുടെ രജിസ്ട്രേഷൻ അടക്കം റദ്ദാക്കുന്നതിൽ കൃത്യമായ നടപടിക്രമങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. നിയമത്തിൻ്റെ പരിധിയിൽ ഡെന്റിസ്ട്രി ഉൾപ്പെടുത്തിയതിൽ തെറ്റില്ല. സംസ്ഥാന കൗൺസിലുകളിൽ വിവിധ ക്ഷേമ സംഘടനകളിൽ നിന്ന് രോഗികളുടെ പ്രതിനിധികളെ സർക്കാർ നോമിനേറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥയിലും തെറ്റില്ല. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികളെ സ്റ്റേറ്റ് കൗൺസിലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.